പരാതി ഇപ്പോൾ രഞ്ജിത്തിനെതിരെ ഇങ്ങനെ ഒരു പരാതി വന്നപ്പോഴും രഞ്ജിത്തിന്റെ രാജി വൈകിയതിൽ പൊതുജനങ്ങൾക്കിടയിൽ ഈ സർക്കാർ ഒരു അതിർത്തി ഉണ്ടെന്ന് CP അടക്കം പറയുകയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ഏതൊരു കാര്യവും കാള പെറ്റൂന്ന് കേൾക്കുമ്പോൾ കയറെടുത്ത് ഓടുമല്ല വേണ്ടത്. അതിൻ്റെ വസ്തുതകൾ എന്താണെന്നുള്ളത് പരിശോധിക്കുക കൂടി വേണം. ഞങ്ങളും എല്ലാം പരിശോധിച്ചപ്പോൾ വീണ്ടും ഞങ്ങളുടെ ഇതിലൂടെ അന്വേഷിച്ചപ്പോൾ അവർ പരാതി കൊടുക്കാൻ, അതായത് അവർക്ക് ഇഷ്ടപ്പെടാത്ത ചില ചലനങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടായി. ആർക്കും ഇഷ്ടപ്പെടില്ല, ഏതൊരു സ്ത്രീക്കും ഇഷ്ടപ്പെടില്ല. അതിഷ്ടപ്പെട്ടിട്ടില്ല എന്ന് അവർ പറഞ്ഞല്ലോ, അവരിഷ്ടപ്പെട്ടിട്ടില്ല. അവരിനി പരാതി കൊടുക്കുമോ എന്ന് ഒരു പക്ഷേ കേസ് എടുക്കുമ്പോഴായിരിക്കും ഞാനങ്ങനെ പരാതി തന്നിട്ടില്ലല്ലോ എന്നൊരു സ്ത്രീ ചോദിച്ചാൽ, നിങ്ങൾക്ക് പണ്ട് ഓർമ്മയില്ലേ ഒരു മുൻ മന്ത്രിക്ക് നേരെ വളരെ വലിയ കോലാഹലം കോഴിക്കോടുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായി. ഒരു പെൺകുട്ടി ഇവിടെ വന്നിട്ട് മൊഴി കൊടുത്തു വനിതാ കമ്മീഷന്, DGP അവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് അവസാനം രണ്ടാമത്തെ വട്ടം ആ കുട്ടി വന്നിട്ട് പറഞ്ഞു, എൻ്റെ മൊഴി ഞാനത് സമ്മർദ്ദം ചെലുത്തിയിട്ട് കൊടുത്തതാണ്, അത് തെറ്റാണ്. പിന്നെ അതോട് കേസ് തീർന്നു. ഞാൻ പറഞ്ഞു, ഈ പരാതി വളരെ പ്രധാനപ്പെട്ടതാണ്. എനിക്ക് ഇങ്ങനെ ഒരു ഹരാസ്മെന്റ് ഉണ്ടായിട്ടുണ്ട്, അത് ഞാൻ മനസ്സിൽ കണ്ടാൽ പോരാ, പറഞ്ഞാൽ പോരാ, എഴുതിയിട്ട് കൊടുക്കണം. എന്നാലും നിയമത്തിൻ്റെ ഒരു ബലം ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ തന്നെ അത്, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി പോയിട്ട് പറയും, അത് ഞാൻ അന്ന് പറഞ്ഞത് വേറൊരാൾ പറഞ്ഞിട്ടാണ്, അതല്ല ശരി, ഇതാണ് ശരി. അപ്പോൾ മുൻപ് ഈ കേരളത്തിൽ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ മന്ത്രിയുടെ പേരൊന്നും പറയുന്നില്ല. കേസ് വളരെ ശക്തമായിട്ട് അങ്ങനെ വരാണ്. മുഖ്യമന്ത്രി തന്നെ ഇടപെടാൻ പോകുമ്പോഴാണ് കുട്ടി ഇവിടെ വന്നിട്ട് പറയുന്നത്, എനിക്കങ്ങനെ ഒരു പരാതിയുമില്ല, ഞാൻ പറഞ്ഞ മൊഴി തെറ്റാണ്, അത് മറ്റുള്ളവർ പറഞ്ഞിട്ട് എഴുതിപ്പിച്ചതാണ്. തീർന്നു, കേസ് അതോടുകൂടി തീർന്നു. അങ്ങനെയല്ല വേണ്ടത്. എല്ലാറ്റിനും ഇവിടെ ചട്ടമുണ്ട്, നിയമമുണ്ട്, ചട്ടമുണ്ട്. അതിനെല്ലാം വിധേയമായിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഗവൺമെന്റിനെ കുറിച്ച് എന്തിനാ ശങ്കിക്കുന്നത്? ഗവൺമെന്റ് കുറ്റവാളികളെ ആരെങ്കിലും സംരക്ഷിക്കുമെന്ന് ഈ മാധ്യമങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നുന്നുണ്ടോ? അങ്ങനെ ഏതെങ്കിലും ഒരു അനുഭവം നമ്മുടെ ഈ കേരളത്തിൽ ഈ 5-8 കൊല്ലത്തിനിടയിൽ ഉണ്ടായിട്ടുണ്ടോ? പിന്തുണ അല്ല, സർക്കാർ പറഞ്ഞു പരാതിക്കാരാരായാലും പ്രോത്സാഹിപ്പിക്കുക ഇത്. അതായത് പരാതി ഉള്ളവരുണ്ടെങ്കിൽ അവര് ഞങ്ങൾക്ക് രഹസ്യമായിട്ട് കൊടുത്താൽ മതി. പരാതി ഉള്ളവരെല്ലാം ഞങ്ങൾക്ക് പരാതി തരട്ടെ, ഞങ്ങളതിന് ആ പരാതി ഞങ്ങൾ സ്വീകരിച്ച് എന്താ മുഖ്യമന്ത്രി പറഞ്ഞതെന്നറിയോ? ഈ സിനിമാ മേഖലയിലായാലും വേറെ എവിടെയാണ്, സിനിമാ മേഖലയിൽ ഇപ്പോൾ പറഞ്ഞപ്പോൾ എത്ര ടോപ്പിലുള്ള ആളായാലും പരാതി വന്നോട്ടെ, ഞങ്ങൾ ധൈര്യപൂർവ്വം ഞങ്ങൾ അവർക്ക് സുരക്ഷ കൊടുക്കും, ഞങ്ങൾ നടപടിയെടുക്കും. അങ്ങനെയല്ലേ പറഞ്ഞത്? ആദ്യത്തെ പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത് അതൊക്കെ നമുക്കൊക്കെ വലിയ ഒരാശ്വാസമായിരുന്നു. എത്ര ടോപ്പേഴ്സ് ആയാലും കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് ആരോപിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമ നടപടി സ്വീകരിക്കും എന്നാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആദ്യത്തെ പത്രസമ്മേളനത്തിൽ തന്നെ പറഞ്ഞത്. ഈ ചോദ്യത്തിന്റെ ഇന്നലെ സാംസ്കാരിക മന്ത്രി സംബന്ധിച്ച് പറഞ്ഞതിനെ സംബന്ധിച്ച് ഈ ഇടതുപക്ഷ ആൾക്കാർ തന്നെ അതിനെ വിമർശിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതികരണം കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിരിക്കണമായിരുന്നു എന്ന്. കാരണം വളരെ ലഘുവായിട്ടാണ് അത് കണ്ടുകൊണ്ടാണ് പറഞ്ഞത്. പക്ഷേ ഇന്ന് അദ്ദേഹത്തിന്റെ കീഴിലുള്ള സാംസ്കാരിക വകുപ്പിന്റെ കീഴിലുള്ള അദ്ദേഹം രാജിവെക്കുന്ന സാഹചര്യം വന്നു. പക്ഷെ പരിശോധിക്കുന്ന പോലും പറഞ്ഞില്ല, അദ്ദേഹത്തെ ന്യായീകരിക്കുന്ന രീതിയിലായിരുന്നു സ്റ്റേറ്റ്മെന്റ്. ഞാൻ മന്ത്രി സജി ചെറിയാന്റെ പത്രസമ്മേളന ആ വാക്കുകൾ മുഴുവൻ എനിക്കൊരു ചെറിയ വീഡിയോ അയച്ചു തന്നിരുന്നു. എന്താണ് ഇങ്ങനൊരു ഇത് കേട്ടപ്പോൾ എന്താണ് സജി പറഞ്ഞു, ടീച്ചർ ഇതൊന്നും നോക്ക്, ഞാൻ ഇതിലെന്താണ് ഒരു അവ്യക്തതയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ പറഞ്ഞിട്ടുള്ളത്? കൃത്യമായിട്ടുള്ള മറുപടി അദ്ദേഹം പറഞ്ഞത്. ഇത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. മുഖ്യമന്ത്രി പറഞ്ഞതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അല്ലാതെ എൻ്റെ ഡിപ്പാർട്ട്മെന്റിലുള്ള ആളെ സംരക്ഷിക്കത്തക്ക വിധത്തിൽ നടപടി എന്തെങ്കിലും ഒരു വാക്ക് നിങ്ങൾ അതിൽ ചൂണ്ടിക്കാണിക്ക്. ഞാൻ കണ്ടിട്ടില്ല. ഞാൻ അദ്ദേഹത്തിന് വീഡിയോ കണ്ടു. ഇനി വേറെ ഏതെങ്കിലും വീഡിയോ ഉണ്ടോ എനിക്കറിയില്ല. അദ്ദേഹം എനിക്ക് അയച്ചു തന്നു, ഞാൻ പറഞ്ഞത് ഇതാണ്. പക്ഷെ അത് വേറൊരു രീതിയിൽ വ്യാഖ്യാനിക്കുന്നത് ഞാൻ അങ്ങനെ വിചാരിച്ചിട്ട് പോലും ഇത് അങ്ങേയറ്റം തെറ്റാണ്. ഞാൻ എന്നെപ്പറ്റി അങ്ങനെ പറയുന്നത് ശരിയല്ല. ഞാൻ ന്യായമായിട്ടും നിയമപരമായിട്ടും ആ കാര്യങ്ങൾ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്, ഒരു മന്ത്രിയാണ്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. കാരണം വേറൊരു തരത്തിൽ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വന്നപ്പോൾ ഞാൻ വെറുതെ ഒന്ന് വിളിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം തന്നെ ഇതാ മുഴുവൻ വീഡിയോ അങ്ങോട്ട് അയച്ചു തരാം, ടീച്ചർ നോക്കിക്കോ. ഞാൻ നോക്കിയപ്പോൾ അതിൽ അങ്ങനെ വേറൊരു രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കാനൊന്നും ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് പരാതി വരട്ടെ, വന്നു കഴിഞ്ഞാൽ അവർക്കത് തീർച്ചയായിട്ടും നടപടി സ്വീകരിക്കുന്നതിൽ ഞങ്ങൾ അമാന്തിക്കില്ല. പിന്നെ എല്ലാ വശവും അന്വേഷിച്ചിട്ട് ഞങ്ങൾ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ സ്വീകരിക്കുകയും ചെയ്യും. പുറത്താണെന്ന് പറയാൻ പറ്റുമോ? ഇതൊക്കെ അല്ല, ഈ ഹേമ കമ്മിറ്റിയിൽ ആരൊക്കെ മൊഴി കൊടുത്തു എന്ന് നമ്മളെ കയ്യിലുണ്ടോ?
ഉണ്ടോ? ഇല്ല. ആർക്കെതിരെയെല്ലാം മൊഴി കൊടുത്തിട്ടുണ്ടെന്ന് നമുക്കറിയോ? ഇനിയിപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ കയ്യിലേക്ക് അത് പോകുകയല്ലേ എന്ന് ജസ്റ്റിസ് മുഷ്താഖാണെന്ന് തോന്നുന്നു ഇനി അതിൻ്റെ ജസ്റ്റിസ് ചീഫ് എനിക്കൊന്ന് ചാർജ് ചീഫ് ജസ്റ്റിസിൻ്റെ അദ്ദേഹത്തിൻ്റെ കീഴിൽ അദ്ദേഹത്തിൻ്റെ ബെഞ്ച് ഈ വിഷയം കൈകാര്യം ചെയ്യും. അദ്ദേഹം വളരെ പേരുകേട്ട ഒരു ജഡ്ജിയാണെന്നിട്ടാണ് ഞാൻ കേട്ടത്. അദ്ദേഹം വളരെ വളരെ ഗൗരവത്തോടുകൂടി പ്രാധാന്യത്തോടുകൂടി ഈ റിപ്പോർട്ടും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യം നമ്മുടെ ഈ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ ലോകത്തിലെല്ലായിടത്തും ഈ ഫീൽഡിൽ നിലനിൽക്കുന്ന തെറ്റായ പ്രവണതകൾ നുള്ളിക്കളയാനും സ്ത്രീക്ക് തൻ്റെ ഇടത്തോടെ സ്വാതന്ത്ര്യവായു ശ്വസിച്ചുകൊണ്ട് നിർഭയമായി ആ തൊഴിലിടങ്ങളിൽ ജോലി ചെയ്യാനുള്ള ഒരു പുതിയ സംസ്കാരം വളർത്തിയെടുക്കണം. ഇതുവരെ കഴിഞ്ഞ ഇതെല്ലാം ഒന്ന് ശുദ്ധീകരിക്കത്തക്ക വിധത്തിൽ സിനിമാ ഫീൽഡ് സ്ത്രീയും പുരുഷനും സിനിമ ആക്ട്രസ് എന്നുള്ള നിലയിൽ തുല്യ പ്രാധാന്യത്തോടു കൂടി അത് കൊടുക്കാൻ കഴിയണം എന്നുള്ളതാണ്.